ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് എക്സ്പ്ലോറർ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. ജീര റൈസാണിത്. അപ്പോൾ ഇതിൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഒന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് തിളപ്പിച്ച് ഊറ്റുന്ന പരുവത്തിലാണ് നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം വയ്ക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും ചേർക്കണം. റൈസ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1-2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലും കൂടി ചേർത്തിട്ട് നമ്മൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റൈസ് റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് അഫ്ഗാൻ ബ്രദേഴ്സ് റെസ്റ്റോറൻറ്റൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ അവിടുത്തെ ഒക്കെ നമ്മൾ റൈസ് ചോദിക്കുമ്പോൾ കിട്ടുന്നത് ഈ ഒരു റൈസാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബസ്മതി റൈസാണ്. നീളമുള്ള ബസ്മതി റൈസ് ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 80-85% കുക്ക് ചെയ്താൽ മതി. ഫുള്ളായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്കിനി ഇത് ദം ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു 85% വരെ ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ നമ്മൾ റൈസ് ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗം ഇപ്പോൾ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഊറ്റി മാറ്റി വെക്കണം. നമുക്ക് റൈസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പൊട്ടി വരും. പക്ഷേ എന്നാൽ അത്ര സോഫ്റ്റായിട്ട് ഇരിക്കില്ല. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന പ്രോസസ്സിലാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മളൊരു 3/4 ഭാഗം കുക്ക് ചെയ്തിട്ടാണ് എടുക്കുക. അതേ പരുവത്തിൽ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വാർത്ത് വെക്കണം. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഇതൊന്ന് വാർത്ത് വെക്കണം. അതിന് ശേഷം നമുക്ക് റൈസ് നന്നായിട്ട് ചൂടാറിയ ശേഷമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വരെ നമുക്കിത് നന്നായി വാർത്ത് വെച്ചതിന് ശേഷം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം ഒന്ന് ഒരു പരത്തുന്ന പ്ലേറ്റിലൊക്കെ നിരത്തി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചൂടാറി കിട്ടും. നമ്മൾ റൈസ് ചൂടാറിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വന്ന സമയത്ത് നമുക്കിതിലേക്ക് ജീരകം ചേർക്കണം. ഏകദേശം 1.5 ടീസ്പൂണോളം ചെറിയ ജീരകം, ക്യൂമിൻ സീഡ്സ്, ഇതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം എന്നൊക്കെ പറയുന്ന ഈ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. നന്നായിട്ട് പൊട്ടി വന്നാൽ മാത്രമേ നമ്മളെ റൈസിന് നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടാൻ അനുവദിക്കാം. ജീരകം നന്നായിട്ട് പൊട്ടി വന്നാൽ നമ്മൾ നേരത്തെ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ഒരു ജീരകത്തിൻ്റെ ഫ്ലേവറാണ് നമ്മൾ റൈസിന് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് അരി ഒന്ന് പൊട്ടിപ്പോവാതെ ഉടഞ്ഞു പോവാതെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യും ജീരകമൊക്കെ എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാനിതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ ഒഴിച്ച് കൊടുക്കാം. ശേഷം നമുക്കിത് ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് സിമ്മിൽ വെക്കാം. അപ്പോൾ അതൊന്ന് ദമ്മായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കുക്കായി വരുന്നവരെ ഒന്ന് സിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുള്ള റൈസാണ്. ഇപ്പം നല്ല ഒട്ടും തന്നെ നമ്മൾ ഒരുപാട് ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ല. നമ്മൾ നെയ്ച്ചോറിനൊക്കെ ഒരു ആൾട്ടർനേറ്റീവായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.